Dear students, next we are going to discuss about international financial institutions. International financial institutions are financial institutions that have been established by more than one country and hence are subject to international law. The following are the international financial institutions: International Monetary Fund, World Bank, and Asian Development Bank. International financial institutions എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം കൺട്രീസ് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഇൻ്റർനാഷണൽ ലോ. ഇൻ്റർനാഷണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻ്റർനാഷണൽ ലോ ആണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് പോപ്പുലർ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ മോസ്റ്റ് പോപ്പുലർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്നെണ്ണമാണ്. ഒന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഒന്ന് വേൾഡ് ബാങ്ക്, നിങ്ങളൊരാൾ കേട്ടിട്ടുണ്ടാവും വേൾഡ് ബാങ്ക്, മൂന്നാമത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അങ്ങനെ മൂന്ന് പോപ്പുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നിലവിലുള്ളത്. അതുകൂടാതെ ഒന്നോ രണ്ടോ മൂന്നോ ബാങ്ക്സ് വേറെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഇതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. Okay, the first one is International Monetary Fund. സോ എന്താണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്? ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതിനെ ഷോർട്ടാക്കി IMF എന്ന് പറയും. ദ IMF വാസ് ക്രിയേറ്റഡ് ഇൻ 1946 ആസ് എ റിസൾട്ട് ഓഫ് ദ 1944 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോൺഫറൻസ് അറ്റ് ബ്രിട്ടൻ വുഡ്. IMF എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1946-ലാണ്. അതിന് മുമ്പ് 1944 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടൻ വുഡിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് 1946 IMF എസ്റ്റാബ്ലിഷ് ആവുന്നത്. The IMF started with an initial membership of 29 countries, has now 189 member countries are there. IMF സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 1946 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 29 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ സൈൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം 189 മെമ്പർ കൺട്രീസ് IMFൻ്റെ മെമ്പർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ദ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഇസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദ IMF. IMFൻ്റെ ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IMFൻ്റെ ഹൈ പൊസിഷനിലിരിക്കുന്ന ടോപ്പ് മാനേജ്മെൻറ്റിലിരിക്കുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. It consists of one governor and one alternative governor for each member country. ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ കൺട്രീസിൽ നിന്നും ഒരു ഗവർണറും ഒരു ആൾട്ടർനേറ്റീവ് ഗവർണറും എന്തിലുണ്ട്? IMFൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഉണ്ട്. The board of governors are the financial minister of head of central bank of each member country. ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ ഹെഡാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്. അപ്പം ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെ ഹെഡിനെയാണ് ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഗവർണറും അതോടൊപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഗവർണറും കൂടിയാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സായിട്ട് IMFൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് വരുന്നത്. The day-to-day operations are managed by 24% executive board. ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് അതിൽ നിന്ന് ഒരു 24% എക്സിക്യൂട്ടീവ് ബോർഡിനെ തിരഞ്ഞെടുത്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്? ഡേ ടു ഡേ ഓപ്പറേഷൻസ്, IMFൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ ദ മേജർ ഷെയർ ഹോൾഡർ ഓഫ് IMF. IMFൻ്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. The United States, Great Britain, Japan, Germany, France, Russia, Saudi Arabia have permanent seat in the executive board of IMF. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്, അതുപോലെ തന്നെ ബ്രിട്ടന്, ജപ്പാനിന്, ജർമ്മനിക്ക്, ഫ്രാൻസിന്, റഷ്യക്ക്, സൗദി അറേബ്യക്ക് എന്തുണ്ട്? IMFൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ പെർമനൻ്റ് ആയിട്ട് സീറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഈസ് റൺ ബൈ മാനേജിംഗ് ഡയറക്ടർ ഹൂ ഈസ് ഇലക്റ്റഡ് ഫോർ 5 years. ഈ എക്സിക്യൂട്ടീവ് ബോർഡ് റൺ ചെയ്യുന്നത് മാനേജിംഗ് ഡയറക്ടറാണ്. ആ ഡയറക്ടറെ എലക്ട് ചെയ്യുന്നത് 5 വർഷം കൂടുമ്പോഴാണ്. The board of governors meet once in a year and the executive board meet twice in a year. ബോർഡ് ഓഫ് ഗവർണേഴ്സ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബോർഡായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാർ മീറ്റ് ചെയ്യുന്നത് ഒരു വർഷം 2 പ്രാവശ്യവുമാണ്. And the headquarters of IMF is situated at Washington DC. ഈ IMFൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് വാഷിങ്ടൺ DC-യിലാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് IMF? IMFൻ്റെ ഉദ്ദേശം എന്താണ്? അവരുടെ
പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ ത്രൂ എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. IMF ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷനായി നിന്നുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് IMFന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. Second one, to facilitate the expansion and balance growth of international trade. International ട്രേഡിന് ഒരു ബാലൻസ് ഗ്രോത്ത് ഉണ്ടാവാൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് IMFന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. To promote exchange stability and to maintain orderly exchange arrangements among member countries. ഇവിടെ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുക, അത് എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരിക, ഒരു ഈക്വൽ എക്സ്ചേഞ്ച് അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പം ഇന്ത്യൻ റുപ്പി പെട്ടെന്ന് ഡോളർ ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേരിയേഷൻ ഇല്ലേ, വലിയൊരു വേരിയേഷൻസ്, അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് IMFന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തത്, ടു അസിസ്റ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് കറന്റ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. ഓരോ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നടത്തുന്ന കറന്റ് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഒരു കോമൺ, ഒരു മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ് കൊണ്ടുവരിക, കോമൺ പേയ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. ആൻഡ് ടു ഗീവ് കോൺഫിഡൻസ് ടു മെമ്പർ കൺട്രീസ്. ഇതിൽ മെമ്പർ ആയിട്ടിരിക്കുന്ന എല്ലാ കൺട്രീസിനും കോൺഫിഡൻസ് കൊടുക്കുക. ടു ഷോർട്ടൻ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയ ഇൻ ദ ഇന്റർനാഷണൽ BOP ഓഫ് മെമ്പേഴ്സ്. BOP എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ്. അത് ഡിസ്ഇക്വിലിബ്രിയ ആവുന്ന രാജ്യങ്ങൾക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൊടുക്കാനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് IMFന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് IMF? IMFന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ദർ ആർ മെയിൻലി 3 ഫങ്ഷൻസ് ഓഫ് IMF. IMFന് മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, സർവെയിലൻസ്. സർവെയിലൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻ, ക്ലോസ് ഒബ്സർവേഷൻ നടത്തുക അല്ലെങ്കിൽ സർവേ നടത്തുക. IMF sent economists to each of its member countries to analyze fiscal monetary policy, exchange rate, trade policy, social policy, labor policy, etc. Regular annual discussion between IMF staff and member country, followed by assessment by executive board. Various research to done for cross-country analysis, reform of global financial system. സോ സർവെയിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് ഒബ്സർവേഷൻസ് നടത്തുക മെമ്പർ കൺട്രീസിൻ്റെ ഫിസിക്കൽ, മോണിറ്ററി, എക്സ്ചേഞ്ച് റേറ്റ്, ട്രേഡ് പോളിസി, സോഷ്യൽ പോളിസി, ലേബർ പോളിസി, ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഒരു എക്കണോമിസ്റ്റിനെ സെൻഡ് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ IMF സ്റ്റാഫും മെമ്പർ കൺട്രീസുമായിട്ട് ഒരു റെഗുലർ ആനുവൽ ഡിസ്കഷൻസ് വെക്കുക. ഇതാരാ നടത്തുന്നത്? എക്സിക്യൂട്ടീവ് ബോർഡാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേരിയസ് റിസർച്ച് നടത്തുക, ക്രോസ് കൺട്രി അനാലിസിസ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് അല്ലെങ്കിൽ പോളിസി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് അതിനെ പറ്റിയിട്ട് റിസർച്ച് നടത്തുക. അതുപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം റീഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തുക. സോ ഒരു ക്ലോസ് ഒബ്സർവേഷൻ ഓരോ കൺട്രിയിലും നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് IMF. സർവെയിലൻസ്, രാജ്യങ്ങളെ നിരീക്ഷിക്കുക, രാജ്യങ്ങളുടെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഓക്കെ ആണോ, എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഭയങ്കര നഷ്ടം വരുന്നുണ്ടോ, ട്രേഡ് പോളിസി എന്തൊക്കെയാണ്, ലേബർ പോളിസി എന്തൊക്കെയാണ്. അത് മാത്രമല്ല, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, ആനുവൽ ഡിസ്കഷൻസ്, ആനുവൽ മീറ്റിംഗ്സ് നടത്തുന്നുണ്ട് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ കൺട്രീസുമായിട്ട്. അതുപോലെ തന്നെ വേരിയസ് റിസർച്ച് നടത്തുക. അങ്ങനെ ഒരു ക്ലോസ് ഒബ്സർവേഷൻസ് എപ്പോഴും ഓരോ രാജ്യങ്ങളും മെമ്പർ രാജ്യങ്ങൾക്ക് നടത്തി വേണ്ട പ്രശ്നങ്ങൾ സോൾവ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. IMF എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസിന് എപ്പോൾ ആവശ്യം വന്നാലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫങ്ഷൻ. ദ IMF give loans to the member countries having BOP problems and low income countries. IMF assistance is considered so essential to the national economic health for member countries. ഒരു മെമ്പർ കൺട്രി ഏതെങ്കിലും ഒരു രാജ്യത്തിന് എക്കണോമിക് ഇഷ്യൂ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ IMFന്റെ അസിസ്റ്റൻസ് നിർബന്ധമായിട്ടും സ്വീകരിക്കണം എന്നാണ് IMFന്റെ സെക്കൻഡ് ഫങ്ഷൻ.
Third function is technical assistance. IMF provides various technical assistance on financial, monetary policy, regulatory procedures, tax policies and collection of statistics. IMF ഓൾറെഡി ഒരു സർവേ നടത്തുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഫംഗ്ഷൻ. സോ അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, എക്സ്ചേഞ്ച് റേറ്റ് പോളിസി, ട്രേഡ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുള്ളപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടെ ഫിസിക്കൽ മോണിറ്ററി പോളിസിൻ്റെ റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഇതിലൊക്കെ ഉണ്ടാക്കാനും ഏതൊക്കെ പ്രൊസീജിയർ ചെയ്യണം, ഏതൊക്കെ പ്രൊസീജിയർ വേണ്ട എന്നുള്ളത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ ടാക്സ് പോളിസി എല്ലാ കാര്യങ്ങളിലും IMF എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് IMFൻ്റെ തേർഡ് ഫംഗ്ഷൻ. സോ IMF have mainly three functions. First one surveillance, second one financial assistance, third one technical assistance. Surveillance means a close observation to be done by IMF to the member countries to resolve various problems relating to trade policy, social policy, exchange rate policy, physical policy and monetary policy, and doing various research to cross country analysis and reform of global financial system. Second one is financial assistance. IMF give various loans and all type of financial assistance to the member countries. And last one is technical assistance. IMF provides various technical assistance or various assistance for regulatory procedures of physical and monetary policies and help to collecting statistics. And what are the other functions of IMF? Main three function എന്ന് പറഞ്ഞു. അതുകൂടാതെ മറ്റ് ഫങ്ഷൻസും IMF ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ടു മെയിൻറ്റെയിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ഓഫ് കറൻസി. രാജ്യങ്ങൾ തമ്മിലുള്ള കറൻസി എക്സ്ചേഞ്ചിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? IMF സഹായിക്കുന്നു. സെക്കൻഡ് വൺ എലിമിനേഷൻ ഓഫ് BOP ഡിസ്ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം വരുന്ന രാജ്യങ്ങളെ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ടു പ്രൊവൈഡ്സ് വേരിയസ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. രാജ്യങ്ങൾക്ക് വേണ്ട ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. മെയിൻറ്റെയിനിങ് ലിക്വിഡിറ്റി. എല്ലാ രാജ്യങ്ങൾക്ക് കയ്യിൽ ആവശ്യമായ ലിക്വിഡ് ക്യാഷ് നിലനിർത്താൻ സഹായിക്കുന്നു. ടു റെഡ്യൂസിങ് താരിഫ്. പല രീതിയിലുള്ള താരിഫ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ IMF മേക്ക് ഓവറോൾ സൂപ്പർവിഷൻ ടു ദ മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രീസിൻ്റെ എല്ലാ ഓവറോൾ സൂപ്പർവിഷൻ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? IMF ആണ്. ഇത്രയാണ് IMFൻ്റെ ഫങ്ഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. IMF കൊണ്ടുവന്ന ഒരു പുതിയൊരു ആക്ടിവിറ്റിയാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. ആക്ടിവിറ്റി എന്നല്ല, ഒരു സൗകര്യമാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. അതിനെ SDR എന്ന് അറിയപ്പെടുന്നു. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് IMF ആണ്. സോ വാട്ട് യു മീൻ ബൈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്? എന്താണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്? അതായത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു നരേഷൻ പറഞ്ഞുതരാം. IMFൽ 189 മെമ്പർ കൺട്രീസ് ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത് ഈ 189 കൺട്രീസിൻ്റെ അടുത്ത് നിന്ന് ഒരു റിസർവ് ആയിട്ട് IMF കുറച്ച് ഒരു റിസർവ് എമൗണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. സോ പണ്ട് കാലങ്ങളിൽ റിസർവ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നത് സ്വർണവും US ഡോളറും ആയിരുന്നു. സോ ആഫ്റ്റർ വേൾഡ് ട്രേഡിൻ്റെ കാലം ആയ സമയത്ത് എന്ത് സംഭവിച്ചു? സ്വർണത്തിൻ്റെ ലഭ്യത കുറഞ്ഞു, US ഡോളറിൻ്റെ ലഭ്യത കുറഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കും സ്വർണമായിട്ടും അതുപോലെ തന്നെ US ഡോളറുമായിട്ടും റിസർവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു. സോ അറ്റ് ദാറ്റ് ടൈം IMF SDR എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കറൻസി ഫോം ചെയ്യുകയാണ്. കറൻസി അല്ലെങ്കിൽ പേപ്പർ ഗോൾഡ് എന്നും SDR എന്ന് അറിയപ്പെടാറുണ്ട്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി കറൻസി, ശരിക്കൊരു കറൻസി അല്ല. അങ്ങനത്തെ ഒരു ക്ലെയിമാണ് വന്നത്. SDR റൈറ്റ് എല്ലാ രാജ്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ മെമ്പർഷിപ്പ് ഉള്ള 189 രാജ്യങ്ങൾക്കും കൊടുത്തു. ഈ 189 രാജ്യങ്ങൾക്കും കൊടുത്തൊരു ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റ് ഓഫ് കറൻസീസ് IMF അപ്രൂവ് ചെയ്തു. ഈ ബക്കറ്റ് ഓഫ് കറൻസീസിൽ പെടുന്നതാണ് US ഡോളർ, യൂറോ, ചൈനീസ് യുവാൻ, ജപ്പാനീസ് യെൻ, പൗണ്ട് സ്റ്റെർലിംഗ്. അങ്ങനെ 5 കറൻസീസിന് എന്ത് കൊടുത്തു? എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് റിസർവ് ആയിട്ട് US ഡോളറും ഗോൾഡ് തന്നെ വെക്കണം നിർബന്ധമില്ല. അതിന് പകരം ഈ 5 കറൻസിയിൽ ഏതൊരു കറൻസി ആയാലും എന്ത് ചെയ്യുക?
റിസർവ് ആയിട്ട് IMF സ്വീകരിക്കുക. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ IMF എന്തെങ്കിലും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ലോൺസും ഈ മെമ്പേഴ്സായ കൺട്രീസിനെ കൊടുക്കുന്ന സമയത്ത് ഈ 5 കറൻസിയിൽ ഏത് കറൻസി വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ നടത്താം. അങ്ങനെ ഗോൾഡും US ഡോളറിനും മാത്രമുള്ളൊരു ട്രാൻസാക്ഷൻ ഫെസിലിറ്റിന്ന് എന്തായി മാറി, ഈ 5 ബക്കറ്റ്സ് ഓഫ് കറൻസീസ് IMF സ്വീകരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ IMF-ൽ നിന്നും 189 രാജ്യങ്ങൾക്കും ഈ 5 കറൻസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി IMF-ലേക്കും IMF-ഒന്നും അല്ലാണ്ട് രാജ്യങ്ങൾ തമ്മിൽ 189 മെമ്പർ കൺട്രീസ് എന്ന് പറയുമ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്, ഭൂരിഭാഗം കൺട്രീസ് ഉണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പല ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ഈ 5 കറൻസീസിൽ അവർക്ക് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് നടത്താം. ഈ 5 കറൻസീസിന് ഓരോ വാല്യൂ IMF കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാഭകരമായ ഏത് വാല്യൂ ഉള്ള കറൻസിയാണോ രാജ്യത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ കറൻസി വെച്ചിട്ട് മെമ്പർ കൺട്രീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടത്താം. അങ്ങനെ ഒരു സൗകര്യം കൊണ്ടുവന്നതാണ് IMF. അതിന് പേരുന്നാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയുന്നത്. ദ SDR ഈസ് ആൻ ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ക്രിയേറ്റഡ് ബൈ IMF ഇൻ 1969. 1969 ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ റിസർവ് അസറ്റ് IMF ക്രിയേറ്റ് ചെയ്തത്. ടു സപ്ലിമെന്റ് അതർ റിസർവ് അസറ്റ് ഓഫ് മെമ്പർ കൺട്രീസ്. The reserve asset of each countries were gold and US dollar before SDR. SDR-ന് മുമ്പ് ഗോൾഡും US ഡോളറും ആയിരുന്നു എല്ലാവരും ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ബട്ട് എക്സ്പാൻഷൻ ഓഫ് വേൾഡ് ട്രേഡ്, the reserve asset of gold and US dollar is insufficient. വേൾഡ് ട്രേഡിന് ശേഷം ഗോൾഡും US ഡോളറും ഇല്ലാതെയായി. The IMF was decided that to create a new international reserve asset which can work better than ഗോൾഡ് ആൻഡ് സിൽവർ ഓർ US ഡോളർ. IMF എന്ത് ചെയ്തു, ഒരു ന്യൂ ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ക്രിയേറ്റ് ചെയ്തു. അതെന്തിന് ഹെങ്കാട്ടും എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ US ഡോളറിന് പകരമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. The SDR is neither a currency nor a claim on the IMF. SDR എന്ന് പറയുന്നത് ശരിക്കും ഒരു കറൻസി അല്ല, അതൊരു IMF-ന്റെ ഒരു ക്ലെയിം ആണ്. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ കറൻസി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബൈ IMF ആൻഡ് ഈസ് ബിൽറ്റ് ഫ്രം എ ബാസ്ക്കറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് നാഷണൽ കറൻസീസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയ നാഷണൽ കറൻസീസിൻ്റെ ഒരു ബാസ്ക്കറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കറൻസീസ് ഏതൊക്കെയാണ്? US ഡോളർ, യൂറോ, ചൈനീസ് യുവാൻ, ജപ്പാനീസ് യെൻ, പൗണ്ട് സ്റ്റെർലിംഗ്. അങ്ങനെ 5 കറൻസീസിൻ്റെ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നു. IMF പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് SDRs. IMF എന്ത് ചെയ്ത് എല്ലാവരും ഈ ബക്കറ്റിലുള്ള കറൻസീസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുക. അല്ലെങ്കിൽ IMF-ന് എന്തെങ്കിലും റിസർവ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. IMF ലോൺ കൊടുക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും രാജ്യത്തിന് ഏത് കറൻസിയാണ് ഏറ്റവും വാല്യൂ നഷ്ടം വരാത്ത രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഈ 5 കറൻസീസിൽ നിന്ന് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് സൗകര്യം ശരിയാക്കി കൊടുത്തു. ദ SDR serve as a unit of account of IMF and some other international organizations and countries borrow from IMF in SDR in times of economic needs. പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പല കൺട്രീസും IMF-ൽ നിന്നും ഈ SDR-ൽ പെടുന്ന ഏതെങ്കിലും ഒരു കറൻസി ബോറോ ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ എക്കണോമിക്സ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ആണ് IMF. അതോടെ IMF കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ഞാനിങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി പഠിക്കാനുള്ളത് വേൾഡ് ബാങ്ക് ആണ്, അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരും. അത് കഴിഞ്ഞ് ഒരു UNCTAD എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂൾ തീരുന്നതാണ്. ഓക്കെ.